ഗൈസ്, എയർടെൽ സിം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായും കാണുക. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയൊരു കോൺട്രിവേഴ്സി നടക്കുവാണ്. അൺലിമിറ്റഡ് 5G എന്ന് പറഞ്ഞ് റീചാർജ് ചെയ്തിട്ട് ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്താൽ അൺലിമിറ്റഡ് 5G കിട്ടില്ല എന്ന് മാത്രമല്ല, അൺലിമിറ്റഡ് എന്നാണ് പേരെങ്കിലും 300 GB വരെ അൺലിമിറ്റഡ് ഉള്ളൂ. ഇതൊക്കെ സത്യമാണോ? എയർടെൽ എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുന്നത് ഡിറ്റക്ട് ചെയ്യുന്നത്? എല്ലാം സിമ്പിളായി പറഞ്ഞുതരാം. അതിന് മുന്നേ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ആദ്യം എന്താണ് ഇഷ്യൂ എന്ന് നോക്കാം. എയർടെൽ യൂസേഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അൺലിമിറ്റഡ് 5G റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെക്നിക്കലി നിങ്ങൾക്ക് അൺലിമിറ്റഡ് 5G കിട്ടേണ്ടതാണ്. പക്ഷേ നിങ്ങളുടെ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുന്ന ആ ഒരു നിമിഷം, നിങ്ങൾ ലാപ്ടോപ്പിലൊക്കെ കണക്ട് ചെയ്യുന്ന ആ ഒരു നിമിഷം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഡേറ്റ ബാലൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അൺലിമിറ്റഡ് 5G കിട്ടുന്നില്ല. ഇതിന്റെ പിന്നാലെയാണ് ആൾക്കാർ എയർടെലിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതിൽ പറയുന്നത് അൺലിമിറ്റഡ് 5G ഡേറ്റ കൻ നോട്ട് ബി ഷെയർഡ് വയ ഹോട്ട്സ്പോട്ട് എന്ന്. അതായത് അൺലിമിറ്റഡ് ബെനിഫിറ്റ് ഫോണിൽ മാത്രം ഉപയോഗിക്കാനാണ് എയർടെൽ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. അതായത് ഓഫർ പേഴ്സണൽ യൂസിനാണ്, ഹോട്ട്സ്പോട്ട് വഴി മറ്റുള്ളവർക്ക് കൊടുത്താൽ അതിനെ ചിലപ്പോൾ കൊമേഴ്ഷ്യൽ യൂസ് ആയിട്ടും കണക്കാക്കാമെന്ന്. ഇനി മറ്റൊരു ഷോക്കിംഗ് പോയിന്റ്, അൺലിമിറ്റഡ് എന്ന് പറയുന്ന പ്ലാനിൽ പോലും 300 GB ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ടേംസ് പ്രകാരം 30 ദിവസത്തിനുള്ളിൽ 300 GB കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊമേഴ്ഷ്യൽ യൂസർ ആയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള റൈറ്റ് എയർടെലിനുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ 300 GB കഴിഞ്ഞാൽ തീർച്ചയായും കണക്ഷൻ കട്ട് ചെയ്യുമെന്നല്ല. പക്ഷെ എയർടെലിനെ സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പീഡ് ത്രോട്ടിൽ ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ എല്ലാം സാധിക്കും. അതുകൊണ്ട് ആക്ച്വലി അൺലിമിറ്റഡ് എന്ന് പറയുന്ന വാക്ക് ചിലപ്പോൾ മിസ്ലീഡിംഗ് ആയിട്ട് തോന്നാം. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം, എങ്ങനെയാണ് എയർടെൽ നിങ്ങൾ ഫോണിൽ ഹോട്ട്സ്പോട്ട് ആണ് ഉപയോഗിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നത്? എക്സാക്ട് ആയിട്ട് എയർടെൽ ഏത് അൽഗോരിതം ആണ് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ 3-4 വഴികളുണ്ട്. ടെലികോം ഇൻഡസ്ട്രിയിൽ സാധാരണയായി യൂസ് ചെയ്യുന്ന ചില മെത്തേഡുകളുണ്ട്. അതിന് TTL എന്നാണ് പറയുന്നത്, അഥവാ ടൈം ടു ലിവ് വാല്യൂ. മൊബൈൽ ഡാറ്റ പോകുന്നത് പാക്കറ്റുകളായിട്ടാണ്. ഫോണിൽ നിന്നും പോകുന്ന പാക്കറ്റുകളും അതേപോലെ ലാപ്ടോപ്പിൽ നിന്നും പോകുന്ന പാക്കറ്റുകൾ തമ്മിൽ ചെറിയൊരു നമ്പറിന്റെ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ഫോണിലെ പാക്കറ്റ് നമ്പർ തുടങ്ങുന്നത് 64 ലാപ്ടോപ്പിൽ നിന്ന് പോകുന്നത് 63 ആയിരിക്കും. രണ്ടാമത് ഡിവൈസ് ഫിംഗർ പ്രിന്റിംഗ്. വിൻഡോസ്, മാക് OS, ലിനക്സ്, ആൻഡ്രോയിഡ്, iOS ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നെറ്റ്വർക്ക് പാക്കറ്റുകൾ സ്ലൈറ്റ്ലി വ്യത്യസ്തമായിട്ടാണ് വിടുന്നത്. അതായത് ചില ടീച്ചർമാർക്ക് ഹാൻഡ് റൈറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് കുട്ടിയാണ് ഇതെന്ന് തിരിച്ചറിയാൻ പറ്റില്ലേ, അതേപോലെ. മൂന്നാമത് നിങ്ങളുടെ ബ്രൗസർ സിഗ്നേച്ചർ, യൂസർ ഏജന്റ്, ട്രാഫിക്കിന്റെ ആ ഒരു പാറ്റേൺ, സൈമിൾട്ടേനിയസ് ആയിട്ട് കിട്ടുന്ന കണക്ഷൻസിന്റെ മെറ്റാഡേറ്റ, ഇതെല്ലാം വെച്ചാണ് പൊതുവെ നിങ്ങൾ ഹോട്ട്സ്പോട്ട് ആണോ ഉപയോഗിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ CCTV ഇല്ല, നല്ല മഴ പെയ്യുന്ന സമയത്ത് വീട് പൂട്ടിക്കിടന്നപ്പോൾ ഒരു കള്ളൻ കയറി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം രാവിലെ കാണുന്ന ആ കാൽപ്പാടുകൾ വഴി നിങ്ങൾക്ക് കള്ളൻ കയറിയ കാര്യം അറിയാൻ പറ്റില്ലേ? അതേപോലെ തന്നെ നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോസും നിങ്ങൾ അയക്കുന്ന ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്യേണ്ട ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഫുട് പ്രിന്റ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ട്രിക്കും കൂടി വന്നിട്ടുണ്ട്. ഈ ടൈം ടു ലിവ് അഥവാ TTL മോഡിഫൈ ചെയ്ത് വേണമെങ്കിൽ തന്ത്രപൂർവ്വം ഈ ഒരു ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന്. വിൻഡോസിൽ TTL ചേഞ്ച് ചെയ്യൂ, മാക് OSൽ കമാൻഡ് റൺ ചെയ്യൂ, ലിനക്സിൽ ട്വീക്ക് ചെയ്യൂ. എന്നിട്ട് ചില ആൾക്കാർ VPN ഓൺ ആക്കിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അറിയാൻ പറ്റില്ല എന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. കാരണം ഏത് വഴിയാണ് കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്തിന് വേറെ ചില ആൾക്കാർ പറയുന്നത്, നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് എയർടെൽ താങ്ക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു താങ്ക്സ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ടുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നും, ചില ആൾക്കാർ എയർടെൽ താങ്ക്സ് ആപ്ലിക്കേഷനോട് കൂടി ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുമ്പോൾ സ്പീഡ് കുറയുകയും ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി നോക്കിയപ്പോൾ നല്ല സ്പീഡ് കിട്ടുന്നതായിട്ടും പറയുന്നുണ്ട്. സോ കൺഫേംഡ് ആയിട്ട് താങ്ക്സ് ആപ്പ് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നതെന്നും പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഇങ്ങനെയും നടക്കുന്നുണ്ട്, വേണമെങ്കിൽ ട്രൈ ചെയ്യാം. സോ ഫൈനലി ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എയർടെലിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം നിങ്ങൾ ഉപയോഗിക്കുന്ന അൺലിമിറ്റഡ് 5G ഹോട്ട്സ്പോട്ട് വഴി ഷെയർ ചെയ്യാൻ പാടില്ല എന്ന്. ഇനി അതേപോലെ ഈ അൺലിമിറ്റഡ് എന്ന് പറയുന്നത് 300 GB വരെ മാത്രമാണ് 30 ദിവസത്തിനുള്ളിൽ. അതിന് മുകളിലാണെങ്കിൽ അതിനെ കൊമേഴ്ഷ്യൽ യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യും. പേഴ്സണൽ യൂസിന് മാത്രമാണ് അത്ര അൺലിമിറ്റഡ്. അങ്ങനെ എയർടെൽ ഹോട്ട്സ്പോട്ടുകൾ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള മെത്തേഡുകൾ ഏതാണ് എന്ന് നമ്മൾക്കറിയില്ല. പക്ഷേ പല രീതിയിലും ഇത് കണ്ടുപിടിക്കാൻ പറ്റും അവർക്ക്. പക്ഷേ സംഭവം എന്തായാലും എയർടെലിന് നല്ലൊരു തിരിച്ചടി ആയിട്ടുണ്ട്. കാരണം ആൾക്കാരൊക്കെ ട്വിറ്ററിലും റെഡിറ്റിലും ഒക്കെ പൂര ചീത്തയാണ് എയർടെലിനെ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ പറ്റിക്കുവാണോ നമ്മളെ എന്നൊക്കെ പറഞ്ഞ്. എയർടെലിന് ഫ്യൂച്ചറിൽ പോളിസി ചേഞ്ച് ചെയ്യോ, ഇനി ജിയോയും ഇതേപോലെ തുടങ്ങുമോ എന്നൊന്നും അറിയില്ല. ബട്ട് കമ്പാരിറ്റീവ്ലി ജിയോ സ്റ്റാൻഡ് ലോൺ 5G ആണ് ഉപയോഗിക്കുന്നത്, എയർടെൽ നോൺ സ്റ്റാൻഡ് ലോൺ 5G ആണ് ഉപയോഗിക്കുന്നത്. സോ ടെക്നിക്കലി നോക്കുവാണെങ്കിൽ എയർടെലിൻ്റെ ട്രൂ 5G അല്ല, 5G 4G വഴിയാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ടും അവർക്ക് ഈ ഒരു ലിമിറ്റേഷൻസ് വെക്കേണ്ടി വരും, ജിയോയ്ക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നു. ബട്ട് ആർക്കറിയാം, നാളെ ജിയോയും ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. സോ കൂടുതൽ ഇൻഫോർമേറ്റീവ് അപ്ഡേറ്റ്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.